ഹായ്. ഇന്നെന്താണ് സ്പെഷ്യൽ അറിയോ? ഒന്നുമില്ല, വെഡിങ് ആനിവേഴ്സറിയാ, അത്രേ ഉള്ളൂ. എന്താ ഇന്നലെ രാത്രി പോയി, ഇന്നലെ വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നലെ പോയി അതിന് വേണ്ടിയിട്ട് ഫുഡ് അടിച്ചു ഹോട്ടലിൽ പോയിട്ട്. എവിടെ പോയത് നമ്മൾ? വൃന്ദാവൻ അല്ലേ? അവിടെ പോയി സാധാരണ കഴിക്കുന്ന പോലെ തന്നെ മസാല ദോശ, പേപ്പർ റോസ്റ്റ്, പിന്നെ എന്താണ് സൂപ്പ്, അതൊക്കെ ആയിരുന്നു. ഈ കഴിക്കുന്ന തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ ഭട്ടൂര, ചേന ഭട്ടൂര. പക്ഷേ ഈ കഴിക്കണ തന്നെയല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പോയില്ല. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് എന്നാലേ കഴിക്കണേ. അപ്പോൾ ഇന്നിപ്പം ശരിക്കും സദ്യയൊക്കെ പണ്ടൊക്കെ വയ്ക്കോട്ടെ, ഞാൻ സദ്യ വയ്ക്കും. സദ്യക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടമായിട്ട് സദ്യ വെച്ച് പായസം വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിനുള്ള മൂടൊന്നുമില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നും വയ്ക്കാണ്ടുള്ളൂ, അതൊക്കെ മതി എന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു മാമ്പഴം കേടാവണം. അപ്പോൾ ഇത് മാമ്പഴക്കൂട്ടനെ വെച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണു മാമ്പഴക്കൂട്ടൻ കൂട്ടില്ല. അപ്പോൾ രസം വെച്ചു. അപ്പോൾ 2 കൂട്ടമായേ. അപ്പോൾ പിന്നെ ഒരു മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ? സാധാരണ വിശേഷ ദിവസങ്ങളിൽ പിറന്നാളൊന്നും മെഴുക്കുവരട്ടി വയ്ക്കാതെ. ഇപ്പോൾ ഞാൻ വെച്ചോ വെട്ടി ഞാൻ ഇഷ്ടമില്ല, കുഴപ്പമില്ല. അപ്പോൾ നേരെ പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, എനിക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമല്ല, അറിയാമല്ലോ. പാവയ്ക്ക കൂട്ടും കേട്ടോ, ഇഷ്ടമല്ല ഇതൊന്നുമില്ല, അങ്ങനെ കൂടുതൽ ഇഷ്ടം പടവലങ്ങയാണ്. എന്നാലും പാവയ്ക്ക വെച്ചിട്ട് അത് മതി. ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയല്ലേ നമ്മൾ ഒഴിവാക്കുക? അങ്ങനെ തന്നെ വേഗം പോയി പടവലങ്ങ മെഴുക്കുവരട്ടി വെച്ചു. ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ട് അത് മെഴുക്കുവരട്ടിയാക്കി. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുളിയിഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ ആ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ അച്ചാറുണ്ട്, പച്ചടിയുണ്ട്. ദീപ ഇന്നലെ തന്ന പച്ചടി ഉണ്ട്, പിന്നെ നമ്മുടെ പപ്പടമുണ്ട്. ഇനിയിപ്പോൾ എന്ത് വേണം അല്ലേ? സൂപ്പർ. നമ്മുടെ രസം എങ്ങനെയുണ്ട് നോക്കിയായിരുന്നു? സ്പെഷ്യലായിട്ട് മുളകുണ്ട്, വറുത്ത മുളക്, പപ്പടം എല്ലാം ഉണ്ട്. ആരും അറിയില്ല കേട്ടോ ഇന്നാണെന്ന്. നല്ല രസമായിട്ടുണ്ട് എന്തായാലും രസം. സാമ്പാർ ഉണ്ടാക്കിയില്ല, സാമ്പാറിന് പകരമാണ് രസം വെച്ചത്. പിന്നെ സദ്യ ഒന്നും ഒരുക്കിയില്ല സത്യത്തിൽ. അപ്പം വൈകുന്നേരം വീണ്ടും ഒരു റിസപ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇവിടെ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന വഴി പുതിയകാവ്, അപ്പോൾ അതിന് പോകണം. പിന്നെ ഒരു നേരത്തേക്കായിട്ട് കുറേ സദ്യയും ഐറ്റങ്ങളൊക്കെ ഇതിനാ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് പോകുള്ളായിരുന്നു വൈകിട്ട് കേട്ടോ. ഹോട്ടലിൽ ഇന്നലെ പോകില്ലായിരുന്നു. ഇന്നിപ്പോൾ റിസപ്ഷന് പോകേണ്ടതുകൊണ്ടാണ് ഇന്നലെ പോയത്. അപ്പം അങ്ങനെ അത് നടത്തി. പിന്നെ ഇവിടെ ഈ അടിപൊളി ചോറ്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. പായസമൊന്നുമില്ല. വൈകുന്നേരം വിഷ്ണു സ്വീറ്റ്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. തോന്നിയാൽ വാങ്ങിച്ചു കൊടുക്കാം, പോയിട്ട് വരുന്ന വഴി എന്ന് വിചാരിക്കണം. നമ്മുടെ കൂട്ടാനല്ല, 2 തരം മെഴുകുവരട്ടികളുണ്ട്, അതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. പണ്ടൊക്കെ ഞാൻ സദ്യ വയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നേരെ ഓടും ഞങ്ങൾ എങ്ങോട്ടേക്കാണ്? തിയേറ്ററിലേക്ക്. ദൂരെ സിനിമ ആക്കാലത്തൊക്കെ കണ്ടേക്കണേന്നറിയോ? ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ. ഊണ് കഴിഞ്ഞ് നേരെ ഓടും കിടക്കലേക്ക്, ഒരു ഉറക്കം. അതുപോലെ കേസ് എന്തായി? ഇന്നിപ്പോൾ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് കോർപ്പറേഷനും മറ്റൊന്നുമില്ല. അതല്ലെങ്കിൽ നേരെ കോർപ്പറേഷനിൽ പോവുക, അല്ലെങ്കിൽ ഇതൊക്കെയാണ് പരിപാടി. ഇന്നെന്തായാലും ഇതുള്ളതുകൊണ്ട് ആ പരിപാടിയില്ല. വാടകക്കാരനെ ഒഴിയാത്തതുകൊണ്ട് അയാൾ തൊട്ട് കേസ് കൊടുത്തേക്കുമല്ല, അയാൾക്ക് ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തായാലും അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് കിട്ടി. മനസ്സിൽ നിന്ന് പോവില്ല, എന്നാലും പറയതേ. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സിനിമയ്ക്ക് പോകും. സാധാരണ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു, കുളിച്ച് അമ്പലത്തിൽ പോയി, പിന്നെ ഒരു സദ്യ ഉണ്ടാക്കും അല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ ചെയ്തു തരുന്നത്. ഇപ്പം 10-30 കൊല്ലമൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെന്താ, സദ്യ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ, അന്നൊന്നും ബുക്ക് ചെയ്തില്ലല്ലോ, നേരെ ഓടുക തിയേറ്ററിലേക്ക്. എറണാകുളത്ത് പോയി സിനിമയ്ക്ക്, ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കയറി ഉണ്ടാവും, സിനിമ കാണും. പിന്നെ പുറത്തുനിന്നുള്ളൊരു ഫുഡും അല്ലേ രാത്രി. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പരിപാടികൾ. അതൊക്കെ ഇപ്പോൾ ചുരുങ്ങി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതായിട്ടോ. ഞാനിപ്പോൾ സദ്യ വയ്ക്കാറേ ഇല്ല. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് സദ്യ ഇല്ല, എത്രയോ കൊല്ലമായി ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തു, കുറേയിലെടുത്തിട്ട് അതുകൊണ്ട് എടുക്കാം. പിന്നെ ചില സമയത്ത് തലശ്ശേരിയിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ എവിടെയെങ്കിലും യാത്രയിലായിരിക്കും. അപ്പോൾ അതൊന്നും നടക്കില്ല, അങ്ങനെയും വരാറുണ്ട് വെഡിങ് ആനിവേഴ്സറിയൊക്കെ. എന്തായാലും ഇപ്രാവശ്യം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ പോകാനുമില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് നിർത്താം അല്ലേ.